കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിരുന്നു. അദ്ദേഹം, അതായത് ഷാജിമോൻ KK എന്നുള്ള ഒരു സബ്സ്ക്രൈബറാണ് അത് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനു മുമ്പ് പലരും എന്നോട് ആവശ്യപ്പെട്ടുള്ളതാണ്. പക്ഷെ എനിക്കത് കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചോദിക്കുന്നത് ചെറിയ ടീ ബാഗുകൾ നിർമ്മിക്കുന്ന ചെറിയ മെഷീൻ അവൈലബിൾ ആണോ, അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും നേരത്തെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചപ്പോൾ നമ്മളുടെ ഷെഡ്യൂൾഡ് പ്രോഗ്രാം മാറ്റിവെച്ച് അത്തരത്തിലുള്ള ഒരു മെഷീനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. വളരെ ചെറിയ വിലയുള്ള ലോ കോസ്റ്റ് മെഷീനാണ്. എന്നാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് തന്നെ ടീ ബാഗ് പാക്ക് ചെയ്യാൻ പറ്റുന്ന, ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് സീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾക്ക് ഒരു പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് പോകാവുന്നതാണ്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ടീ ബാഗുകൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണുള്ളത്. കാരണം ടീക്കുള്ള അത്രയും തന്നെ ഡിമാൻഡ് ടീ ബാഗുകൾക്കുണ്ട്. ടീ ബാഗുകൾ എന്നാൽ ചെയ്യുന്നത് വലിയ വലിയ കമ്പനികളാണ്. ലിപ്ടൺ പോലെയുള്ള, ടാറ്റ പോലെയുള്ള അങ്ങനെ കമ്പനികളാണ് ടീ ബാഗുകൾ ചെയ്യുന്നത്. അവരുടെ മിഷനറീസ് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ കോടികൾ വിലമതിക്കുന്ന മിഷനറീസ് ആണ്. അവരുടെ ഡിസ്ട്രിബ്യൂഷണൽ നെറ്റ്വർക്കും അതുപോലെ തന്നെയാണ്. ഒരു ദിവസം തന്നെ കോടികൾക്കുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് അത്. എന്നാൽ ചെറുകിടമായിട്ട് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രൊവിഷൻസ് അവൈലബിൾ അല്ല, ഇല്ലെങ്കിൽ നമുക്ക് ബജറ്റ് അനുവദിക്കുന്നില്ല. ഇവിടെ ആ ടീ ബാഗ് തന്നെ ഉണ്ടാക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ടീ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റി പരീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ജിഞ്ചർ ടീ, ഗ്രാമ്പൂ ടീ, എന്തെങ്കിലും തരത്തിലുള്ള വെറൈറ്റി നിങ്ങൾ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള ചെറിയ ടീ ബാഗുകളിൽ നിറച്ച് നിങ്ങളുടെ ബ്രാൻഡാക്കി ഒരു ചെറിയ പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ്. ടീ എല്ലാ ദിവസവും മനുഷ്യന് വേണ്ട ഒരു സാധനം തന്നെയാണ്. ഒരാൾ തന്നെ പല തവണ ചായ കുടിക്കുന്ന പ്രവണത നമുക്ക് ഇന്ത്യയിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു മെഷീൻ വേണം എന്നാണ് ഷാജിമോൻ KK പറഞ്ഞിരിക്കുന്നത്. ഷാജിമോനോടും മറ്റുള്ള ഇത്തരത്തിലുള്ള വീഡിയോ ഡിമാൻഡ് ചെയ്യുന്ന ആളുകളോടും ഒരു റിക്വസ്റ്റ് കൂടെയുണ്ട്. നമുക്കിപ്പോൾ താങ്ക്സ് എന്ന ഓപ്ഷൻ വീഡിയോയുടെ താഴെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ, ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും കടമ ആണ് ആ താങ്ക്സ് ബട്ടൺ ഒന്ന് യൂസ് ചെയ്യുക എന്നുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാകും. ഷാജിമോനോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹം നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കസ്റ്റമറാണ്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഞങ്ങൾ പറയുന്ന വീഡിയോകൾ ചെയ്തിരിക്കും, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ടീ ബാഗ് മെഷീൻ എങ്ങനെയാണ്, ചെറുകിട വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന ഒരു ചെറിയ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടു നോക്കാം. മെഷീൻ പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞു. ചെറിയ മെഷീനാണ്. 10-18 കിലോ മാത്രമേ അതിന് ഭാരമുള്ളൂ. അതിൽ നമുക്ക് ആവശ്യമുള്ള ടീ ഫില്ല് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാനുവൽ ആണ്. നമ്മൾ തന്നെ ഓരോ പ്രാവശ്യവും അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ മെഷീന്റെ വിലയും കാര്യങ്ങളും എന്താണ് എന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ടീ ബാഗ് മേക്കിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ വലിയ വിലയാണ് അതിന് വരുന്നത്. 18 ലക്ഷം, 20 ലക്ഷം അങ്ങനെ മുകളിലോട്ടാണ് അതിന്റെ വില വരുന്നത്. എന്നാൽ ചെറിയ മെഷീനുമുണ്ട്. 1.5 ലക്ഷത്തിന്റെ മെഷീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ചെറിയ മെഷീൻ 1.6 ലക്ഷത്തിന്റെ മെഷീൻ കാണിക്കുന്നുണ്ട്. 1.6 ലക്ഷത്തിന്റെ മെഷീൻ വേറെയുണ്ട്. ഇത്തരത്തിലുള്ള മെഷീനുകളും അവൈലബിൾ ആണ്. എന്നാൽ ചെറുകിടമായിട്ട് ഒരു ബിസിനസ് നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇവിടെ 8.75 ലക്ഷത്തിന്റെ മെഷീൻ കാണിക്കുന്നുണ്ട്. 2.65 ലക്ഷത്തിന്റെ മെഷീൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഷാജിമോൻ KK ചോദിച്ചതനുസരിച്ച് വളരെ ചെറിയ ഒരു മെഷീനാണ് അദ്ദേഹത്തിന് വേണ്ടത്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മെഷീൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ മെഷീനാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആ മെഷീനാണ് സിക്രി മാനുവൽ ആയുഷ് ഖ്വാത്ത് ടൈപ്പ് ടീ ബാഗ്സ് ഫില്ലിംഗ് ആൻഡ് സീലിംഗ് മെഷീൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെഷീനാണ് നമ്മളുടെ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. ഈ മെഷീന് കേവലം 40,000 രൂപയെ വിലയുള്ളൂ. ഈ മെഷീൻ കിട്ടുന്ന സിക്രി പാക്കേജിംഗ് കോർപ്പറേഷൻ LLP, താങ്ക്ര, കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവരുടെ മൊബൈൽ നമ്പർ കിട്ടും.
പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 220 വോൾട്ടാണ്, മാനുവൽ മെഷീനാണ്, 18 കിലോഗ്രാമാണ് മെഷീന്റെ വെയിറ്റ് വരുന്നത്. അക്യുറസി ഓഫ് ഫില്ലിങ് 100%. അതായത് ഈ ടീ ബാഗിൽ വളരെ തുച്ഛം ക്വാണ്ടിറ്റിയാണ് ഫില്ല് ചെയ്യുന്നത്. അത് ഫില്ല് ചെയ്യുക, സീൽ ചെയ്യുക, നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു മെഷീനാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ മെഷീന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കോ ഈ കമ്പനിയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ അന്വേഷിച്ച് നോക്കുക. നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കുക. അത്രയും നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇതിനകത്ത് കവേർഡ് വിത്ത് 1 year റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. അത് ചോദിച്ചു വാങ്ങുക. വി പ്രൊവൈഡ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ട്രെയിനിങ് ടു അവർ കസ്റ്റമർ ഫ്രീ ഓഫ് കോസ്റ്റ്. പക്ഷേ അത് വെസ്റ്റ് ബംഗാളിലുള്ള കസ്റ്റമേഴ്സിനായിരിക്കും അവർ കൊടുക്കുന്നത്. എന്നാൽ നമുക്കിവിടെ കേരളത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും അത് പെയ്ഡ് തന്നെ ആയിരിക്കും. ഒരാൾ ഇവിടെ വന്നു പോകുകയോ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുകയോ ചെയ്താൽ അത്രയും കാശ് മുടക്കേണ്ടത് തന്നെയാണ്. അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ 40,000 രൂപ പറഞ്ഞ് പ്ലസ് അതിന് ടാക്സ് വരും. കൂടാതെ അവിടെ നിന്ന് ഇവിടെ വരേണ്ട പാഴ്സൽ ചാർജസും വരും. അതും ശ്രദ്ധിക്കുക. ഒരു പരിധി വരെ വീട്ടിൽ നിന്ന് ചെറുകിടമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇത്. ഈ മെഷീൻ സിംഗിൾ ഫേസ് ആണ്. വീട്ടിലെ കറണ്ട് മതി, വീട്ടിലെ കണക്ഷൻ മതി. ഇതിനു വേണ്ടി പ്രത്യേകം കണക്ഷൻ നമ്മൾ എടുക്കേണ്ടതില്ല. കൂടാതെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഏരിയ കണ്ടെത്തേണ്ടതില്ല. വീട്ടിലെ ഒരു ചെറിയ മുറി തന്നെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ PHCയിൽ നിന്ന്, പബ്ലിക് ഹെൽത്ത് സെന്ററിൽ നിന്ന് നിങ്ങൾ ഹെൽത്ത് കാർഡുകൾ വാങ്ങിയിരിക്കണം, സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. ട്രേഡിംഗ് ലൈസൻസ് ഇപ്പോൾ നിർബന്ധമല്ല, എങ്കിൽ പോലും ഒരെണ്ണം എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന്. കൂടാതെ നിങ്ങൾക്ക് ഫുഡിന്റെ ലൈസൻസ്, നോട്ട് ലൈസൻസ്, നിങ്ങൾക്ക് 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു വർഷം കച്ചവടം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ഫുഡിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കണം. ഒരു വർഷത്തേക്ക് 100 രൂപ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കണം എന്നറിയാൻ പാടില്ലാത്തവർക്കുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മുകളിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് ആ വീഡിയോയും കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് ചെറുകിടമായിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വിഷയത്തെ പറ്റി പഠിച്ചിരിക്കണം. അതിന്റെ മാർക്കറ്റ് പഠിക്കണം. നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ ഒന്ന് കറങ്ങി ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ കണ്ട ഉടൻ അതിലേക്ക് ഇറങ്ങി പുറപ്പെടരുത്. ഒരു മിഷനറിയിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് റെഫറൻസ് തരാൻ മാത്രമേ കഴിയുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.